അസ്സലാമു അലൈക്കും. വെൽക്കം ടു മഹൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഈ മഹൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഒരു മഹലിനെ നമുക്ക് സിസ്റ്റമിൽ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ കുറേ നമുക്ക് മോഡ്യൂൾസ് ഉണ്ട്. വേറെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു മഹലിൽ എന്തെല്ലാം വർക്ക് ഉണ്ട്, ഇപ്പോൾ നമ്മൾ പെന്നും പേപ്പറും എടുത്തിട്ട് ചെയ്യുന്ന മാനുവലായിട്ട് ചെയ്യുന്ന കംപ്ലീറ്റ് വർക്കിന് സിസ്റ്റമിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിൽ നമുക്ക് ഫാമിലി ഡാറ്റാബേസ് ഉണ്ടാവും. കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിലും നമ്മുടെ അടുത്ത് ഒരു റിപ്പോർട്ടായിട്ടുണ്ടാവും. പിന്നെ ഫീ മോഡ്യൂൾ ഉണ്ട്. ഫീ മോഡ്യൂളിൽ നമുക്ക് അവർക്ക് എവറി മന്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഫീ ആഡ് ആവും. പിന്നെ നമുക്ക് മാനുവലായിട്ട് ഫീ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡൊണേഷൻ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻകം എക്സ്പെൻസ് മോഡ്യൂളുണ്ട്. ഇൻകം എക്സ്പെൻസ് മോഡ്യൂളിൽ നമ്മളെ വേറെ കാറ്റഗറി ടൈപ്പ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഇൻകം എക്സ്പെൻസും സിസ്റ്റമിലേക്ക് ആഡ് ആക്കാൻ പറ്റും. വേറെ നമുക്ക് മദർസ മോഡ്യൂളുണ്ട്. മദർസ മോഡ്യൂളിൽ സ്റ്റാഫിനെയും സ്റ്റുഡൻറ്റിനെയും ആഡ് ആക്കാം. പിന്നെ അവരുടെ അറ്റൻഡൻസും കാര്യങ്ങളും സ്റ്റാഫ് സാലറി ഇങ്ങനത്തെ കംപ്ലീറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ. വേറെ നമുക്ക് റെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന മോഡ്യൂൾസ് ഉണ്ട്. റെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജമാഅത്തിന് ഇപ്പോൾ ചിലപ്പോൾ ഷോപ്സ് അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂൾ. പിന്നെ ഷാദി മാലുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന മോഡ്യൂളുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റെല്ലാം നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ്, NOC ക്ലിയറൻസ്, പിന്നെ ID കാർഡ്, ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് പ്രിൻ്റ് എടുക്കാനും എല്ലാം പറ്റും. പിന്നെ വേറെ എല്ലാ മെമ്പർക്കും മൊബൈൽ ആപ്പ് ഉണ്ടാവും. മൊബൈൽ ആപ്പിൽ അവർക്ക് അവരെ ഡീറ്റെയിൽ അവർക്ക് കാണാൻ പറ്റും. അവരെ പേയ്മെൻറ്റും അവർക്ക് പെൻഡിങ്ങിൽ എത്ര ബാലൻസ് ഉണ്ട്, പിന്നെ അവർ ഡൊണേഷൻ എന്തെങ്കിലും പേ ആക്കിയത്, ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ഇപ്പോൾ ഒരു മെമ്പർക്ക് കാണാൻ പറ്റുന്ന ഡീറ്റെയിൽ, അവരുടെ ഡീറ്റെയിൽ, എല്ലാവരുടെ ഡീറ്റെയിൽ അല്ല, കമ്മിറ്റിൻ്റെ ഡീറ്റെയിലും അല്ല, ആ മെമ്പർക്ക് അവരുടെ ട്രാൻസാക്ഷനും അവരുടെ ഫീ ബാലൻസ് പിന്നെ വന്ന നോട്ടിഫിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. പിന്നെ അതിലൂടെ അവർക്ക് ഇപ്പോൾ കമ്മിറ്റീനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിലുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ കാര്യങ്ങൾ മെമ്പർ ഇങ്ങനെ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ മെമ്പർ നമ്മളെ മഹൽ സോഫ്റ്റ്വെയറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അടക്കാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ജമാഅത്ത് നിന്ന് മൊബൈൽ ആപ്പിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ അയക്കാനും, എത്ര വലിയ നോട്ടിഫിക്കേഷൻ ആയാലും ഇപ്പോൾ ഒരു പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ബ്രോഷർ ഡിസൈൻ എല്ലാം ഉണ്ടാവില്ല, ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്യുന്ന അങ്ങനത്തെ ഇതിനെല്ലാം നമുക്ക് എന്താക്കാൻ പറ്റും, നോട്ടിഫിക്കേഷനിലൂടെ 1 ക്ലിക്കിൽ എത്ര മെമ്പർ ഉണ്ടാവും, 1000 2000 എത്ര മെമ്പർക്ക് 1 ക്ലിക്കിൽ അവർക്കെല്ലാം റീച്ച് ആവും. പിന്നെ വാട്സപ്പും ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ വാട്സപ്പിൽ നിങ്ങൾ അയച്ച മെസ്സേജ് പിന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കൽ നമ്മൾ ഹിസ്റ്ററി എന്തെങ്കിലും ക്ലിയർ ആയെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഡീറ്റെയിൽ എടുക്കണമെങ്കിൽ തന്നെ എന്താക്കണം, കുറേ സ്ക്രോൾ ആക്കിയിട്ട് നമുക്ക് ആ മെസ്സേജ് അയച്ച ടൈമിൽ നമ്മൾ പോയിട്ട് നോക്കണം. ബട്ട് ഇതിൽ നമുക്ക് റിപ്പോർട്ടും കാര്യമെല്ലാം ഈസി ആയിട്ട് ഡേറ്റ് വൈസ് എല്ലാം പ്രിൻ്റ് എടുക്കാനും ചെക്ക് ചെയ്യാനുള്ള എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഫീ റിമൈൻഡർ ഇങ്ങനത്തെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫീ ബാലൻസ് ഉള്ളവർക്ക് എന്താക്കാൻ പറ്റും, നിങ്ങൾക്ക് 1 ക്ലിക്കിൽ അവർക്കെല്ലാം അവരവരുടെ ബാലൻസ് വെച്ചിട്ടുള്ള SMS 1 ക്ലിക്കിൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോവും. ഓക്കെ, അപ്പോൾ ഇതുള്ള കാര്യങ്ങളിലെ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് മീറ്റിംഗ് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ ആരെല്ലാം പങ്കെടുത്തിന്, എന്തെല്ലാം ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവില്ല, മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട്, അതെല്ലാം ഇതിലേക്ക് നമുക്ക് ആഡ് ആക്കാൻ പറ്റും. പിന്നെ ഇൻകം എക്സ്പെൻസ് ആഡ് ആക്കുക, ഡൊണേഷൻ കളക്ട് ചെയ്യുക, മെമ്പേഴ്സിൻ്റെ ഫീ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു മഹലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റമിലേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ മഹലിൻ്റെ ചില ഓപ്ഷൻസ് ഇതിലില്ലെങ്കിൽ നമ്മൾ എന്താക്കും, അതിനെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ സോഫ്റ്റ്വെയർ അല്ല, അതാത് ജമാഅത്തിന് അതാത് മഹലിന് അവർക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാലൻസ് ഷീറ്റെല്ലാം 1 ക്ലിക്ക് ബാലൻസ് ഷീറ്റ് കിട്ടും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം എക്സ്പെൻസ് ബാലൻസ് ഇങ്ങനത്തെ റിപ്പോർട്ട് ഉണ്ടാവില്ല, അത് ഫീ ആയിട്ട് വന്നതുണ്ടാവും, പിന്നെ ഇൻകം എക്സ്പെൻസ് ആയിട്ട് വന്നതുണ്ടാവും, ഡൊണേഷൻ ആയിട്ട് വന്നത്, ഹാൾ ബുക്കിംഗ്, റെൻറ്റ്, ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാത്തിൻ്റെ കൂടിയിട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ്റെ നിങ്ങൾക്ക് ഏത് ഡേറ്റ് റേഞ്ചിൽ വേണമെങ്കിലും നമുക്കതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഏത് കാറ്റഗറി വെച്ചിട്ട് നമുക്ക് അതിനെ സോർട്ട് ചെയ്തിട്ടെടുക്കുക, പ്രിൻ്റ് എടുക്കുക, നമുക്ക് പേയ്മെൻറ്റ് എടുക്കുമ്പോൾ ഫീ റിസിപ്റ്റ് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ ഏതെങ്കിലും പറയാൻ വിട്ടുപോയെങ്കിലും ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. ഇത് കേരളത്തിലും നമ്മൾ കർണാടകയിൽ കുറേ പ്ലേസിൽ റണ്ണായിങ് കൊണ്ടുണ്ട്. ഒരു 5 കൊല്ലത്തിനല്ല ഇത് യൂസ് ആക്കിയുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റമിൽ യൂസ് ആക്കുന്നുള്ള ജമാഅത്തുകളുണ്ട്. കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, നമ്മളെ കൊടകിലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളിലും ക്ലൗഡ് ബേസ്ഡുള്ള ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ വരണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് തരണമെങ്കിൽ നിങ്ങൾക്ക് എനി ഡെസ്ക് കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ സിസ്റ്റമിൽ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ യൂസ് ആക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിലും. പിന്നെ നമ്മളതിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും, വീഡിയോ ട്രെയിനിങ് ഉണ്ടാവും. ഓരോരോ മോഡ്യൂളും അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ ഫീ അടയ്ക്കുന്നത്, എങ്ങനെ ഫീ കളക്ട് ചെയ്യുന്നത്, ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, പിന്നെ സർട്ടിഫിക്കറ്റ് എങ്ങനെ പ്രിൻ്റ് എടുക്കുക, ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാത്തിൻ്റെ വീഡിയോസ് ഉണ്ടാവും.
അഥവാ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈവൻറ്റ്സ് ഇങ്ങനത്തെ കാര്യത്തിനുള്ള മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ജമാഅത്തിൽ നമുക്ക് എന്താക്കുക ഒരു നോട്ടിഫിക്കേഷൻ ആഡ് ആക്കാം. ഇന്ന ഡേറ്റിന് ഇന്ന പരിപാടി ഉണ്ട് എന്നിട്ട് ആഡ് ആക്കിയെങ്കിൽ ഈവൻറ്റ് ആഡ് ആക്കിയെങ്കിൽ മൊബൈൽ ആപ്പിൽ അതിങ്ങനെ സ്ക്രോൾ ആയി കൊണ്ടുണ്ടാവും. ആ ഡേറ്റ് വരെ സ്ക്രോൾ ആവും. ആ പരിപാടി കഴിഞ്ഞെങ്കിൽ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവർക്ക് അത് സോഫ്റ്റ്വെയറിനെ എങ്ങനെ യൂസ് ആക്കണം, കംപ്ലീറ്റ് അവനെ യൂസ് ആക്കേണ്ട ട്രെയിനിങ് എല്ലാം നമ്മൾ എന്താക്കും. ഇതിന് വീഡിയോസും പിന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇത് സോഫ്റ്റ്വെയർ ആണ്. യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് OTP അടിച്ചാൽ മാത്രമാണ് ഇത് ലോഗിൻ ചെയ്യുന്നത്. ഇതിൽ ലിമിറ്റഡ് നോട്ടിഫിക്കേഷൻ അയക്കുക. SMS ഇൻറ്റിഗ്രേറ്റ് ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻറ്റിഗ്രേറ്റ് ആയിട്ടുണ്ട്. SMS ഗേറ്റ് വേ ഇൻറ്റിഗ്രേറ്റ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനുകളിലോ സെൻഡ് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് വേണോ ഇത് യൂസ് ആക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് കൂടാണ് ഈ സോഫ്റ്റ്വെയറിനെ യൂസ് ആക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഏത് സിസ്റ്റമിൽ വേണമെങ്കിലും കയറിയിട്ട് ലോഗിൻ ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് പിന്നെ OTP അടിച്ചാൽ നമുക്ക് ലോഗിൻ ആകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് ഇല്ലാതെ ചെയ്യുന്ന സോഫ്റ്റ്വെയർക്കും ഇൻ്റർനെറ്റിൽ ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനുക്കുള്ള ഡിഫറൻസ്, ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സിസ്റ്റമിലായിട്ടുണ്ടാവും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ആ സിസ്റ്റമിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് ഡേറ്റ, നമ്മളെ ട്രാൻസാക്ഷന്, നമ്മളെ മെമ്പർ ഡീറ്റെയിൽ എല്ലാം എന്തുണ്ടാവും ആ സിസ്റ്റമിലായിട്ടുണ്ടാവും സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ സിസ്റ്റമിക്ക് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ കംപ്ലീറ്റ് നമ്മളെ ഡേറ്റ എന്താവും ഡിലീറ്റ് ആയിപ്പോവും. ഇൻ്റർനെറ്റ് ഇല്ലാത്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൽ. ഓക്കെ, ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ എന്നല്ല പറയില്ല. കുറേ കാലം മുമ്പ് നമ്മൾ സിസ്റ്റമിലെല്ലാം ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടാവില്ലേ, നെറ്റ് ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ്. അപ്പോൾ സിസ്റ്റം എന്തെങ്കിലും ആയിപ്പോയെങ്കിൽ ഡേറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് ഉള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട്, ഓൺലൈൻ കൂടെ യൂസ് ആക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് മൊബൈൽ ആപ്പെല്ലാം യൂസ് ആക്കാൻ പറ്റുന്ന, നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. പിന്നെ സിസ്റ്റമിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റമിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ തന്നെ യൂസ് ആക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ 2-3 സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സിസ്റ്റമിൽ വേണമെങ്കിലും ജസ്റ്റ് ഇൻ്റർനെറ്റിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് OTP അടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും എന്താവില്ല, നമ്മുടെ ഡേറ്റ ഡിലീറ്റ് ആയി പോകില്ല. പിന്നെ നിങ്ങൾക്ക് 1 ക്ലിക്കിൽ ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷനും നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. പിന്നെ ഡെയിലി നമ്മൾ ബാക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഡെയിലി നൈറ്റ് എന്താക്കും നമ്മൾ ബാക്കപ്പ് അല്ല, നിങ്ങളെ കംപ്ലീറ്റ് ബാക്കപ്പ് നമ്മൾ ബാക്കപ്പ് ചെയ്തുകൊണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ ഈസി ആയിട്ട് റിപ്പോർട്ട് എടുക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു റിപ്പോർട്ട് എപ്പോഴും നിങ്ങളെ കയ്യിലുണ്ടാവും. ജസ്റ്റ് ഡേറ്റ് സെലക്ട് ആക്കുക, ഡേറ്റ് റേഞ്ച് സെലക്ട് ആക്കിയിട്ട് എന്ത് റിപ്പോർട്ട് വേണം അത് സെലക്ട് ആക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള 1 ക്ലിക്കിൽ ആ റിപ്പോർട്ട് കിട്ടും. ഇത് കാൽക്കുലേഷൻ ചെയ്തിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ടോ അല്ല നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഡെമോ വെച്ചിട്ട് നമ്മൾ എന്താവും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങളെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മാതിരി അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും.